ഇത് നമുക്ക് തക്കാളി ഫ്രൈ ഉണ്ടാക്കുന്നത് ഇനി നോക്കാം. ഇത് ചപ്പാത്തിയുടെ കൂടെ അല്ലെങ്കിൽ ചോറിന്റെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഉള്ള ഒരു കറിയാണിത്. ഇത് ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു കറിയാണിത്. അപ്പൊ നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതേപോലത്തെ 3 വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. ആ തക്കാളി നിങ്ങൾ എടുക്കുമ്പോൾ തക്കാളി നല്ല പഴുത്ത തക്കാളി ആയിരിക്കണം. സാധാരണ ചിലപ്പോൾ നമ്മൾ കടയിൽ നിന്ന് തക്കാളിക്ക് വാങ്ങുമ്പോൾ തക്കാളിക്ക് നല്ല ചുവന്ന കളർ ഉണ്ടാവും, പക്ഷെ ചിലപ്പോൾ തക്കാളി പഴുത്തിട്ടുണ്ടാവില്ല. അങ്ങനെ തക്കാളി പഴുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് തക്കാളി നിങ്ങൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാണ്ട് പുറത്ത് വെക്കാം. അപ്പൊ തക്കാളി നന്നായിട്ട് പഴുത്ത് കിട്ടും. അല്ലെങ്കിൽ ഈ തക്കാളി ഇങ്ങനെ ശരിക്കും വെന്ത് കഴിയുമ്പോൾ തക്കാളിയുടെ ഉള്ളിൽ നിന്ന് ശരിക്കും ജ്യൂസ് വരില്ല. ഞാൻ തക്കാളി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ തക്കാളി പുറത്ത് വെക്കും. പിന്നെ വേണ്ടത് സവോളയാണ്. സവോള ഇതിനകത്തേക്ക് കുറച്ച് കൂടുതൽ വേണം. 3 വലിയ തക്കാളി എടുത്തപ്പോൾ ഞാനിവിടെ ഒരു 4 മീഡിയം സവോള എടുത്തിട്ടുണ്ട്. സവോള ഞാനിവിടെ നല്ല കനം കുറച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും വേണം, വെളുത്തുള്ളിയും വേണം. അതിന് വേണ്ടിയിട്ട് 4 വലിയ വെളുത്തുള്ളി. ആ വെളുത്തുള്ളി നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഇഞ്ചി ഞാനിവിടെ ഒരു വലിയ കഷ്ണം ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് ഞാനിവിടെ നല്ല എരിവുള്ള 3 ചെറിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ മുളകിന്റെ പൊടി വേണം. ഇതിലേക്ക് മുളകിന്റെ പൊടി കൂടുതൽ ചേർത്തിട്ട് പച്ചമുളക് കുറച്ച് ചേർത്താൽ മതി. അപ്പോഴായിരിക്കും ഈ തക്കാളി ഫ്രൈക്ക് നല്ല ചുവന്ന കളർ ഉണ്ടാവുക. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മുളകിന്റെ പൊടി എടുത്തിട്ടുണ്ട്. മുളകിന്റെ പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി വേണം. മഞ്ഞൾപ്പൊടി ഞാനിത് കറിയാക്കുന്ന സമയത്ത് അതിലേക്ക് ചേർക്കുമ്പോൾ അതിന്റെ അളവ് കൃത്യമായിട്ട് പറയാം. പിന്നെ വേണ്ടത് കടുകാണ്. കടുക് ഞാനിവിടെ 1 ടീസ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പിലയും വേണം. പിന്നെ ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് പെരുംജീരകത്തിന്റെ പൊടിയും കൂടിയും ചേർക്കാം. പെരുംജീരകത്തിന്റെ പൊടിയും കൂടിയും ചേർത്തിട്ടുണ്ടെങ്കിൽ ഈ തക്കാളി ഫ്രൈക്ക് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് പെരുംജീരകത്തിന്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ ഏറ്റവും ലാസ്റ്റ് കുറച്ച് പെരുംജീരകത്തിന്റെ പൊടി ചേർക്കാം. അപ്പൊ നമുക്ക് നോക്കാം ഇതെങ്ങനെ തക്കാളി ഫ്രൈ ആക്കാന്ന്. ഇത് കറിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കാം. കറി ഉണ്ടാക്കുമ്പോൾ ഓയിൽ കുറച്ച് കൂടുതൽ ഒഴിക്കണം, എന്നാൽ മാത്രമേ ഈ തക്കാളിക്ക് നന്നായിട്ട് മുരിഞ്ഞു കിട്ടുള്ളൂ. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ ഓയിൽ ചേർക്കുക. ഈ ചൂടായ ഓയിലിലേക്ക് കടുകിട്ട് പൊട്ടിക്കുക. അപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർക്കാം. ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും ഞാൻ കിടന്നിട്ട് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞു തുടങ്ങുമ്പോൾ സവോള ചേർക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ സവോള ഇതിൻ്റെ ഒപ്പം ചേർത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ സവോളയുടെ വെള്ളം കൊണ്ട് ഈ വെളുത്തുള്ളി ശരിക്കും നന്നായിട്ട് അങ്ങോട്ട് മുരിയില്ല. ഈ കറിയിൽ വെളുത്തുള്ളി നന്നായിട്ട് മുരിയണം. ഇപ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറുതായിട്ടൊന്ന് മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് സവോള ചേർക്കാം. ഈ സവോള ഒന്ന് വഴറ്റിയെടുക്കണം. സവോള നന്നായിട്ട് മുരിയേണ്ട ആവശ്യമില്ല. സവോള നന്നായിട്ടൊന്ന് വഴന്ന് വന്നാൽ മതി. ഇത് സവോള കുറച്ച് കൂടുതലുള്ള കാരണം ഈ സവോള നന്നായിട്ട് വഴന്ന് വരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം കൂടുതലെടുക്കും. സവോള നന്നായിട്ട് ഇതേപോലെ വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ചേർക്കണം. അല്ലെങ്കിൽ സവോള ശരിക്കും വഴന്ന് കിട്ടില്ല. ഇതിലേക്ക് നമ്മൾ തക്കാളിയും കൂടിയും ചേർത്ത് കഴിയുമ്പോൾ തക്കാളിയും ശരിക്കും മുരിഞ്ഞ് കിട്ടില്ല. ഈ കറി വയ്ക്കുമ്പോൾ കുറച്ച് ഓയിൽ കൂടുതൽ ചേർക്കണം. ഇപ്പോൾ സവോള നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഈ മഞ്ഞൾപ്പൊടി ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മുരിയണം. അപ്പോൾ മഞ്ഞൾപ്പൊടിയും ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് മുളകിൻ്റെ പൊടി ചേർക്കാം. മുളകിൻ്റെ പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. ഞാൻ അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ മുളക് പൊടിയും ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് തക്കാളി ചേർക്കാം. ഞാനിവിടെ തക്കാളി നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. കറിവേപ്പില ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ തക്കാളി മസാലയിൽ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി തീ പതുക്കെ ഒന്ന് കുറച്ച് വെച്ചിട്ട് മൂടി വെച്ചിട്ട് ഈ കറി വേവിച്ചെടുക്കാം. ഈ തക്കാളിക്ക് നന്നായിട്ട് ഉടഞ്ഞിട്ട് ഇതിനകത്ത് ഈ ഓയിലേക്കും ചെറുതായിട്ടൊന്ന് തെളിഞ്ഞ് വരണം. അപ്പോൾ തീ നന്നായിട്ട് കൂട്ടിയിടരുത്. തക്കാളി ആദ്യം ചേർത്ത് കഴിഞ്ഞിട്ട് തക്കാളി നന്നായിട്ടൊന്ന് ചൂടാവണം. അത് കഴിഞ്ഞിട്ട് മൂടി വെച്ചിട്ട് തീ പതുക്കെ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് കറി ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം.
ഈ കറി ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. തക്കാളി വെന്ത് നല്ല പേസ്റ്റ് പോലെ ആയിട്ട് ഇതിനകത്ത് എണ്ണയ്ക്ക് നന്നായിട്ട് തെളിഞ്ഞ് വരണം. ഇപ്പോൾ തക്കാളിക്ക് നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പെരിഞ്ജീരകത്തിൻ്റെ പൊടി ചേർക്കാം. ഞാനിവിടെ പെരിഞ്ജീരകം ഫ്രഷായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് ഫ്രഷായിട്ട് പൊടിച്ചിട്ട് ചേർക്കുമ്പോഴായിരിക്കും ആ പെരിഞ്ജീരകത്തിൻ്റെ നല്ലൊരു സ്മെല്ലുണ്ടാവുക. ഈ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഇതിലേക്ക് ഒരുപാട് ചേർക്കണ്ട. ഞാൻ അതിലേക്ക് ഒരു 4 പിഞ്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ് ചേർക്കണത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ടേസ്റ്റ് നോക്കി കഴിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം രണ്ടാമതും ചേർത്താൽ മതി പെരിഞ്ജീരകം. ഏറ്റവും ആദ്യം ഒരു 4 പിഞ്ച് ചേർക്കാം. ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കുക. ഇത് തക്കാളി നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് ഇതിനകത്ത് എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വരണം. ഇപ്പോൾ തക്കാളി നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ഒന്ന് മൂടി വയ്ക്കാം. ഈ എണ്ണ നന്നായിട്ട് തെളിഞ്ഞ് വരണ വരെ ഇതൊന്ന് മൂടി വയ്ക്കാം. ഇത് നന്നായിട്ട് കൂട്ടി വയ്ക്കരുത്. അപ്പോൾ ഞാനിതിവിടെ മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയി. അപ്പോൾ ഇതിനകത്ത് ഓയിലേക്ക് നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അത് നിങ്ങൾ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ മൂടി വയ്ക്കുമ്പോൾ തീ അധികം കൂട്ടി വയ്ക്കരുത്. തീ നന്നായിട്ട് കുറച്ച് വയ്ക്കണം. എന്നിട്ട് അങ്ങനെ ചെറിയ തീയിൽ കിടന്നിട്ട് വേകുമ്പോഴായിരിക്കും ഈ തക്കാളിയുടെ മുകളിൽ ഇതേപോലെ ഓയിലേക്ക് നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ട് തക്കാളി നന്നായിട്ട് മുരിഞ്ഞ് വരാം.